ജൂബിലി അനൗൺസ് ചെയ്തൊരു പടം പെട്ടെന്ന് മുടങ്ങി. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസോ എനിക്കൊന്നും സ്ക്രിപ്റ്റ് ആകുകയോ എന്തോ കൊണ്ടിട്ട്. മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഉണ്ട്. പക്ഷെ പടം തുടങ്ങാൻ ഇനി 5-10 ദിവസം, 10 ദിവസം ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ ഡെന്നീസിൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് വല്ലതും കയ്യിലുണ്ടോ എന്നുള്ളൊരു ഇതിൽ ചോദിക്കുന്നു. അപ്പോൾ ഡെന്നീസ് നമ്മളെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. ഒന്നും ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഇരിക്കുന്നു. ഏകദേശം ഒരു നിസാര സമയം കൊണ്ട് ഡെന്നീസ് തന്നെ ഒരു ത്രെഡ് പറയുന്നു. ദെൻ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഫുൾ ഫിലിമിൻ്റെ സീൻ ഓർഡർ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കുന്നു. കമ്പോസ് ചെയ്യാനായിട്ട് രഘുവേട്ടൻ വരുന്നു. രഘുവേട്ടൻ വന്ന് ട്യൂൺ ഇടുന്നു. അന്ന് വൈകുന്നേരം റെക്കോർഡിങ്ങിന് കയറണം. ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഈ ട്രെയിനിൻ്റെ ശബ്ദത്തിലിരുന്നിട്ട് ഈ ചെമ്പരത്തിപ്പൂവ് എന്നുള്ള പാട്ടിൻ്റെ ഒരു പല്ലവി, ഒരു ചരണവും ആദ്യം എഴുതി. മദ്രാസിലെ ഒരു ഉത്സവപ്പറമ്പിനുള്ള ആളുണ്ട് ജൂബിലിയുടെ ഒരു പടത്തിൻ്റെ പൂജ റെക്കോർഡിങ്ങിന്. കാരണം ഇൻഡസ്ട്രിയിൽ അന്ന് ജൂബിലിയുടെ പൊസിഷൻ അതായിരുന്നു. ചിത്രയാണ് പാടാൻ വന്നത്. ചിത്രയ്ക്ക് ലിറിക്സ് കൊടുക്കുമ്പോൾ ചിത്ര ചോദിച്ചു, ഇത്രയുള്ള പാട്ട്? ഞാൻ പറഞ്ഞില്ല, ഇനിയും വരും, ഇപ്പം ഇത് എഴുത്. ചിത്ര അത്ര എഴുതിയെടുത്ത് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അടുത്തത് എഴുതുന്നത്. ഈ താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റ്, കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ്, താഴമ്പുക്കാറ്റിലെ ചന്ദനക്കട്ടിലോ എന്ന് ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിലെ ചിത്ര മറ്റേ ലിറിക്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിരുന്ന് എഴുതുന്നത്. അങ്ങനെ ആ പാട്ടെടുത്ത് കുറേ കാലത്തിന് ശേഷമായിരുന്നു അത്തരത്തിലൊരു ഫോക്ക് മിക്സ്ഡ് ആയിട്ടൊരു പാട്ട് വരുന്നത്. ചെമ്പരത്തിപ്പൂ എന്ന ഈ ഗാനം എപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും വളരെ ബ്ലോസമിങ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് വരുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം ശ്രീ രഘുകുമാർ സർ. അദ്ദേഹം ഈ അടുത്ത് നമ്മളെ എല്ലാവരും വിട്ടുപോയി. ശരിക്കും ചുരുക്കം സിനിമകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചൊരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ശ്രീ ഷിബു ചക്രവർത്തി സർ. പിന്നെ നാദിയ മൊയ്തു, ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്ന നാദിയ മൊയ്തു നോക്കിത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിന് ശേഷം അതേ നോട്ടിനെസ്സോടുകൂടി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഗാനമാണിത്.